ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ പരാജയങ്ങൾ പറ്റിയിട്ടുണ്ട്. കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങളോ നിരവധിയാണ്. ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായ നഷ്ടവും ഒരുപാടാണ്. പക്ഷേ ആ നഷ്ടങ്ങളെ ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട സമയമല്ലിത്. കാരണം നേടാൻ ഒരുപാടുണ്ട് നമുക്ക്. അതുകൊണ്ട് നഷ്ടങ്ങളെ അങ്ങ് കളയുക. ഒരുപാട് നേടാനുണ്ട് എന്ന വലിയ ചിന്തകളുമായി മുന്നോട്ട് പോവുക. അത്തരം വലിയ ചിന്തകൾ നിങ്ങളെ സ്വയം പ്രചോദിപ്പിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു തുടർച്ചയാണ് എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ ക്ലാസ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ആണ് നമ്മൾ തുടങ്ങി വെച്ചത്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് പഠിച്ചപ്പോൾ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു, 3 മേഖലകളിലാണ് കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മൾ വ്യക്തമാക്കേണ്ടത് അല്ലെങ്കിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഭരണഘടന 3 മേഖലകളിൽ: ലെജിസ്ലേറ്റീവ്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ, നിയമനിർമ്മാണവുമായി ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട ആ പരസ്പര ബന്ധങ്ങൾ എന്താണ്, സാമ്പത്തികമായ ബന്ധങ്ങൾ എന്താണ്. ഇതിൽ ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ട് 11 ആർട്ടിക്കിൾ 245 to 255 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഏരിയ. അവിടെ നമ്മൾ ലിസ്റ്റുകളെക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ചു അല്ലേ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. എന്താണ് ലിസ്റ്റുകളെന്നും എവിടെ നിന്നാണത് കടം വാങ്ങിയെന്നും ആർക്കാണ് ആ ലിസ്റ്റുകളിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമെന്നും ആ ലിസ്റ്റുകളിൽ എത്ര വിഷയങ്ങൾ ഇപ്പോഴുണ്ടെന്നും നേരത്തെ എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഒക്കെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങളും വസ്തുതകളും ഒക്കെ നമ്മൾ വിശദീകരിക്കുകയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ ഇനി നമ്മൾ 2 പഠിക്കാനില്ലേ? 2 റിലേഷൻസ് പഠിക്കാനില്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസും ഫിനാൻഷ്യൽ റിലേഷൻസും. എളുപ്പമാണ്, ഒരുപാട് കാര്യമൊന്നുമില്ല. നമ്മുടെ ലെജിസ്ലേറ്റീവ് റിലേഷനിലാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ വന്നത്, അത്രയൊന്നുമില്ല. അപ്പോൾ ഇനി അതിൻ്റെ പാർട്ട് നോക്ക്, സെയിം പാർട്ട് തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻ പഠിച്ച അതേ പാർട്ടാണ് പാർട്ട് 11. ഷെഡ്യൂളെന്ന് പറയരുതേ. പലർക്കും ഈ പാർട്ടും ഷെഡ്യൂളും ഒക്കെ തമ്മിൽ പലപ്പോഴും കൂടി കുഴയും. പാർട്ട് 11, ഷെഡ്യൂൾ 11 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ വിഷയമായി പോകും, പഞ്ചായത്ത് രാജൊക്കെ ആയി പോകും. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കളയരുത്. പാർട്ട് 11 ആർട്ടിക്കിൾ 256 to 263. നോക്കൂ, അവിടെ എന്താണ് നമ്മുടെ ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പിൽ നമ്മൾ പഠിച്ചത്? പാർട്ട് 12 തന്നെ. ആർട്ടിക്കിൾ 245 to 255. അതിനുശേഷം വരുന്നത് 256 to 263 ആണ് അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? യെസ്, നമുക്കൊന്ന് പരിശോധിക്കാം. ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം. ദി കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷൂർസ് ദാറ്റ് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ് ഈസ് എക്സസൈസ്ഡ് ഇൻ കംപ്ലയൻസ് വിത്ത് ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ് ആൻഡ് ഡസ് നോട്ട് ഇംപീഡ് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഇൻ ദി സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 256 നമ്മൾ നേരത്തെ പറഞ്ഞു. നമുക്കറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ് ഈസ് എക്സസൈസ്ഡ് ഇൻ കംപ്ലയൻസ് വിത്ത് ലോ മെയ്ഡ് ബൈ പാർലമെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്താണ് ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയാണ് ഇവിടെയും. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നിയമനിർമ്മാണ ബന്ധങ്ങൾ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓർമ്മയുണ്ടോ? സ്റ്റേറ്റ് നിയമങ്ങൾ ഏത് നിയമങ്ങൾക്ക് അനുസൃതമായിട്ടേ ആയിരിക്കാവൂ സംസ്ഥാനങ്ങളുടെ
നമ്മുടെ കേന്ദ്രത്തിൻ്റെ നിയമത്തിനനുസൃതമായി നമുക്ക് നിയമമൊക്കെ നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അതുപോലെ തന്നെയാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പവറും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളുമായി പൊരുത്തപ്പെട്ടുകൊണ്ട് മാത്രമേ നമുക്ക് ഭരണപരമായിട്ടും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതനുസരിച്ച് വേണം, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഡസ് നോട്ട് ഇംപീഡ് വിത്ത് ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി യൂണിയൻ ഇൻ ദി സ്റ്റേറ്റ്. ഒരിക്കലും നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രീതികളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഭരണം നടത്താൻ പറ്റില്ല. അവരുടെ നിയമങ്ങൾക്ക് വിധേയമായി മാത്രമേ നമുക്ക് ഭരണം നടത്താൻ പറ്റുള്ളൂ. ഇനി നോക്കാം, അതിൽ നമ്മൾ പറയുന്ന ആദ്യത്തെ സെൻറ്റേഴ്സ്, കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ. ആർട്ടിക്കിൾ 257 പ്രകാരം കേന്ദ്രത്തിൻ്റെ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ് സംസ്ഥാനങ്ങൾക്ക്, അതാണ് ആദ്യം നമ്മൾ പറയുന്നത്. ദി സെൻട്രൽ ഹാസ് പവർ ടു ഗീവ് ഡയറക്ഷൻ ടു സ്റ്റേറ്റ് റിഗാർഡിംഗ് ദി എക്സസൈസ് ഓഫ് ദെയർ എക്സിക്യൂട്ടീവ് പവർ ഓൺ സെവറൽ മാറ്റേഴ്സ്. വിവിധ വിഷയങ്ങളിൽ കേന്ദ്രത്തിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ സ്റ്റേറ്റ് ബാധ്യസ്ഥരാണ്. ഏതൊക്കെ കാര്യങ്ങളിലാണ് നോക്കാം. ദി കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് നാഷണൽ ഓർ മിലിറ്ററി ഇമ്പോർട്ടൻസ്. ദേശീയ പ്രാധാന്യമുള്ള, സൈനിക പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏത് കാര്യങ്ങളും സെൻട്രൽ പറയും പോലെ നമ്മൾ പ്രവർത്തിച്ചിരിക്കണം. കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സൈനിക പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കൺസ്ട്രക്റ്റ് ചെയ്യണമോ അതെല്ലാം സ്റ്റേറ്റ് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണമോ അതെല്ലാം സ്റ്റേറ്റ് പാലിക്കണം. നോക്കൂ, അടുത്തത് ദി മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് റെയിൽവേസ് വിത്തിൻ ദി സ്റ്റേറ്റ്. റെയിൽവേസ് എന്നൊക്കെ പറയുന്നത് ഏത് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്? യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയമാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആ റെയിൽവേയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കണം. കാരണം റെയിൽവേ കേന്ദ്രത്തിൻ്റെ വിഷയമാണെങ്കിലും ആ റെയിൽവേ ഏത് വഴിയൊക്കെയാണ് പോകുന്നത്? സംസ്ഥാനങ്ങൾ വഴിയല്ലേ. അപ്പോൾ ആ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. അങ്ങനെ കേന്ദ്ര നിർദ്ദേശം പാലിക്കുക എന്നത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അടുത്ത് നോക്കൂ, ഡ്രോയിങ് അപ്പ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് സ്കീംസ് ഫോർ ദി വെൽഫെയർ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ ദി സ്റ്റേറ്റ്. സംസ്ഥാനത്തെ പട്ടിക വിഭാഗക്കാർക്ക്, ഗോത്രവർഗ വിഭാഗക്കാർക്കുള്ള ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട സ്കീമുകൾ നടപ്പിലാക്കാൻ, കേന്ദ്ര നിർദ്ദേശപ്രകാരം സ്കീമുകൾ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ക്ലിയർ അല്ലേ? അതാണ് ഒരു നിർദ്ദേശങ്ങൾ പാലിക്കാനുള്ള, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം. ഇനി നോക്കൂ, രണ്ടാമെന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസസ്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ സിവിൽ സർവീസ് എന്ന് പറയുന്നത് IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്, IFS അതെന്താണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങൾ എവിടെ വരുന്നതാണ്? നമ്മുടെ അഖിലേന്ത്യാ സിവിൽ സർവീസിൽ വരുന്നതാണ്. അഖിലേന്ത്യാ സിവിൽ സർവീസ്. അഖിലേന്ത്യാ സിവിൽ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു IAS ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതാരാണ്? ഇപ്പോൾ IAS, IPS, IFS ഇവിടെയൊക്കെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് റിക്രൂട്ട് ചെയ്യുന്ന സ്ഥാപനം UPSC ആണ്. ദേശീയ തലത്തിലാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അവരെ നിയമിക്കുന്നത് എവിടെയാണ്? ദേശീയ തലത്തിൽ മാത്രമാണോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഭരണ മേഖലകളിലാണ് ഇവരെയൊക്കെ നിയമിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു IAS ഉദ്യോഗസ്ഥൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ വർക്ക് ചെയ്യുന്ന IAS ഉദ്യോഗസ്ഥനെയും തിരഞ്ഞെടുക്കുന്നത് ആരാണ്? UPSC ആണ്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നു, അയാളെ ചിലപ്പം സംസ്ഥാന തലത്തിൽ ഉദ്യോഗം നൽകുന്നു, ചിലപ്പം കേന്ദ്ര തലത്തിൽ ഉദ്യോഗം നൽകുന്നു. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ അത് ഷെയർ ചെയ്യുന്ന അഖിലേന്ത്യാ സിവിൽ സർവീസിൻ്റെ പ്രത്യേകത ഏതാണ്? ഓൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ പ്രത്യേകതയാണ്. അതായത് ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യുന്നത് ദേശീയ
തലത്തിലായിരിക്കും. പക്ഷേ അവരെ നിയമനം നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഭരണ വിഭാഗത്തിലാണ് അവരെ നിയമിക്കുന്നത്. അപ്പോൾ നോക്കുക, ആ ബന്ധം കണ്ടോ? സെൻട്രൽ സ്റ്റേറ്റ് ഓൾ ഇന്ത്യ സർവീസ് രൂപീകരിക്കുക, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഷെയർ ചെയ്യുക. ഓൾ ഇന്ത്യ സർവീസസ് ക്രിയേറ്റഡ് ഇൻ 1966 are recruited and trained by center and service center but serve both the center and state. ഇപ്പം ഞാൻ പറഞ്ഞേ ഉള്ളൂ, റിക്രൂട്ടഡ് ആൻഡ് ട്രെയിൻഡ് ബൈ സെൻറ്റർ. കേന്ദ്രമാണ് അവരെ തിരഞ്ഞെടുത്ത് പരിശീലനം കൊടുക്കുന്നത്. പക്ഷേ അവർ ഉദ്യോഗം വഹിക്കുന്നത് കേന്ദ്രത്തിലാകാം സംസ്ഥാനത്തിലുമാകാം. കേട്ടോ, കേന്ദ്ര സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ബന്ധം അതാണ്. കേന്ദ്രം തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗസ്ഥരെ സംസ്ഥാനങ്ങൾക്ക് കൂടി നൽകുന്നു. ഇനി അവരെ തിരഞ്ഞെടുക്കുന്നത് ആർട്ടിക്കിൾ 312 empowers Parliament to create new All India services on the basis of രാജ്യസഭാ റെസൊല്യൂഷൻ. രാജ്യസഭയൊക്കെ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, ഓൾ ഇന്ത്യ സിവിൽ സർവീസ് സൃഷ്ടിക്കുവാനുള്ള അധികാരം രാജ്യസഭയ്ക്കാണ്. രാജ്യസഭ ഒരു പ്രമേയം പാസ്സാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 312 പ്രകാരം ആരെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 312 empowers പാർലമെൻറ്റ് ടു ക്രിയേറ്റ് ന്യൂ ഓൾ ഇന്ത്യ സർവീസസ് ഓൺ ദി ബേസിസ് ഓഫ് രാജ്യസഭ റെസൊല്യൂഷൻ. രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് ഏത് ആർട്ടിക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ? അപ്പോൾ ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി ക്രിയേഷൻ ഓഫ് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 312. ഈ ആർട്ടിക്കിൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, വ്യക്തമായി മനസ്സിലാക്കുക. ദെൻ ഓൾ ഇന്ത്യ സർവീസസ് ഹെൽപ്പ് മെയിൻറ്റെയിൻ എ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് യൂണിഫോമിറ്റി ത്രൂ ഔട്ട് ദി കൺട്രി. നമ്മുടെ രാജ്യത്ത് ഒരു ഈ സിവിൽ സർവീസിനൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഓൾ ഇന്ത്യ സിവിൽ സർവീസ്. കാരണം അവരുടെ നിയമനവും അവരുടെ റിക്രൂട്ട്മെൻറ്റും അവരുടെ ട്രെയിനിങ്ങും ഒക്കെ സമാനഗതിയിലാണ്. അങ്ങനെയുള്ളവരെയാണ് ഇന്ത്യ ഒട്ടാകെ ഉള്ള പ്രദേശങ്ങളിൽ സ്റ്റേറ്റിൻ്റെയും യൂണിയൻ്റെയും ഒക്കെ കീഴിലുള്ള ഭരണ സ്ഥാപനങ്ങളിലെ തലപ്പത്ത് നിയമിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അടുത്തത് അതാണ് മറ്റൊരു ബന്ധം. അടുത്തത് കോഓപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ, പരസ്പര സഹകരണവും ഏകോപനവും. ഏതൊക്കെ മേഖലകളിൽ? ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് മെക്കാനിസം ഫോർ കോർഡിനേഷൻ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. ആർട്ടിക്കിൾ ശ്രദ്ധിക്കുക, ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ ആർട്ടിക്കിൾ 263. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 263 പ്രകാരമാണ് അന്തർ സംസ്ഥാന കൗൺസിൽ, ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലുകൾ രൂപീകരിക്കപ്പെടുന്നത്. ദി പ്രസിഡന്റ് ക്യാൻ എസ്റ്റാബ്ലിഷ് ദിസ് ബോഡി ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഡിസ്കസ് സബ്ജക്ട്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊമോട്ട് ബെറ്റർ കോർഡിനേഷൻ ബിറ്റ്വീൻ ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിൽ, നല്ല താല്പര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ ഉപകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങൾ പരസ്പരം ഉള്ളതോ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലൊക്കെ തർക്കങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് അന്തർ സംസ്ഥാന കൗൺസിൽ, ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ 263 ആർട്ടിക്കിൾ പ്രകാരമാണ് നിലവിൽ വരുന്നത്. അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ്. പക്ഷേ അതിൻ്റെ ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ അത് എന്തിനാണ് ഈ സ്ഥാപനം നിയമിക്കപ്പെടുന്നത് വെച്ചാൽ ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് ഡിസ്കസ് സബ്ജക്ട്സ് ഓഫ് കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊമോട്ട് ബെറ്റർ കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ പൊതു പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ ഒരു ഏകോപനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. ഈ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ വാസ് ഫോംഡ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മീഷൻ? സർക്കാരിയ കമ്മീഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വേറെ രീതിയിലും ചോദിക്കാം. ദി കമ്മീഷൻ അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു സ്റ്റഡി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് ഇൻ 1983 ആണ്. 1983 ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ് സർക്കാരിയ കമ്മീഷനെ നിയമിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള
ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. ആ സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ അന്തർ സംസ്ഥാന കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ വാസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ ഓഫ് സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ ക്ലിയർ ആവുന്നുണ്ടല്ലോ? സർക്കാരിയ കമ്മീഷൻ ക്ലിയറായി? ഓക്കെ. അപ്പോൾ അടുത്തത് ഫിനാൻഷ്യൽ റിലേഷൻ. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻഷിപ്പ് അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മിച്ചോളുക. ഭരണപരമായിട്ടുള്ള ബന്ധങ്ങൾ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിച്ച കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന മറ്റ് ചില സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഓൾ ഇന്ത്യ സിവിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞു. അതെല്ലാം ഒന്ന് ഓർത്തു വെച്ചോളുക. ഇനി ഫിനാൻഷ്യൽ റിലേഷൻ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ നോക്കൂ. പാർട്ട് മാറി. പാർട്ട് 11-ലായിരുന്നു ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പും അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻഷിപ്പും പറഞ്ഞിരുന്നുവെങ്കിൽ പാർട്ട് 12-ലാണ് എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് 12-ലാണ്. ആർട്ടിക്കിൾ 268 to 293 ആണ്. 268 മുതൽ 293 വരെയുള്ള ആർട്ടിക്കിളുകളിലാണ്. ക്ലിയറായിട്ട് പഠിച്ചു വയ്ക്കണം, മറന്നു പോകരുത്. പാർട്ട് 11-ലാണ് 2 തരം റിലേഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധങ്ങൾ 3 തലങ്ങളിലാണല്ലോ നമ്മൾ പഠിച്ചത്. ഏതൊക്കെ? ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പ്, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻഷിപ്പ്, ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ്. അതിൽ ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പും അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻഷിപ്പും പറയുന്നത് പാർട്ട് 11-ലാണെങ്കിൽ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് പാർട്ട് 12-ലാണ്. സാമ്പത്തികമായ ബന്ധങ്ങൾ ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ് സാമ്പത്തിക ബന്ധങ്ങൾ നോക്കാം. അലോക്കേഷൻ ഓഫ് ടാക്സ് പവർ, സാമ്പത്തിക ബന്ധമാണ്. ടാക്സ്, നികുതി അലോക്കേറ്റ് ചെയ്യുന്ന, വാസ്തവത്തിൽ നികുതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇപ്പം ജി എസ് ടി കളക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ജി എസ് ടി കേന്ദ്രവും സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ജി എസ് ടി സംസ്ഥാനവും. കേന്ദ്രത്തിൻ്റെ നമ്മൾ CGST, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇത് SGST, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇങ്ങനെ കളക്ട് ചെയ്ത് വാസ്തവത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള ടാക്സും കേന്ദ്രത്തിലേക്കൊക്കെ പോവുകയാണ്. എന്നിട്ട് ആ ടാക്സ് വിഭജിച്ച് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സാമ്പത്തിക ബന്ധം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. പാർലമെൻറ്റ് ഹാസ് എക്സ്ക്ലൂസീവ് പവർ ടു ഇമ്പോസ് ടാക്സസ് ഓൺ സബ്ജക്ട്സ് ലിസ്റ്റഡ് ഇൻ ദി യൂണിയൻ ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയങ്ങളിൽ ടാക്സ് പിരിക്കുവാനുള്ള പൂർണ്ണമായ അധികാരം പാർലമെൻറ്റിനാണ്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഹാവ് എക്സ്ക്ലൂസീവ് പവർ ഓവർ ടാക്സ് ഇൻ ദി സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ടാക്സ് പിരിക്കാനുള്ള അവകാശം സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ദി റെസിഡ്യൂറി പവർ ഓഫ് ടാക്സേഷൻ ഈസ് വെസ്റ്റഡ് ഇൻ പാർലമെൻറ്റ്. അവശിഷ്ടാധികാരം പാർലമെൻറ്റിനാണല്ലോ എപ്പോഴും, അതൊന്ന് ഓർത്തു വെച്ചുകൊള്ളുക. അപ്പോൾ സെൻട്രലുമായി ബന്ധപ്പെട്ട ടാക്സ് അല്ലെങ്കിൽ നമ്മുടെ പാർലമെൻറ്റിനാണ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട മായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ് സ്റ്റേറ്റ് ലിസ്റ്റ് ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ടാക്സ് നിർണ്ണയിക്കാനുള്ള അവകാശം. അതിൽ റെസിഡ്യൂറി പവർ ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാർലമെൻറ്റിനാണ്, ഓർത്തു വെച്ചുകൊള്ളുക. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, GSTയുമായി ബന്ധപ്പെട്ട്, ആ GSTയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 101 101 Amendment Act of 2016 ഇൻട്രൊഡ്യൂസ്ഡ് GST regime. GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ചരക്ക് സേവന നികുതി. ഇന്ത്യയിൽ നടപ്പിലായത് 101-ാം ഭേദഗതിയിലൂടെയാണ്. നോക്കൂ, ആ 101-ാം ഭേദഗതിയിലൂടെ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയ 1-2 ആർട്ടിക്കിളുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 279A. 279A എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു GST കൗൺസിൽ. GST കൗൺസിൽ
നമ്മുടെ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടുന്ന ഒരു പേരാണ് GST കൗൺസിൽ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ. ദി പ്രസിഡന്റ് ഈസ് എംപവേർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് GST കൗൺസിൽ. GST കൗൺസിലിൻ്റെ GST കൗൺസിലിനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡൻ്റാണ്. GST കൗൺസിൽ എന്ത് സ്ഥാപനമാണ്? അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ ഉണ്ടല്ലോ, ഇതാണ് ഈ ആർട്ടിക്കിളിലാണ് പറയുന്നത്. അപ്പം GST കൗൺസിൽ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾ 279A. The president appoints the GST council. This is a joint forum of central and state. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു സംയുക്ത ഫോറമാണ്, ജോയിൻ്റ് ഫോറമാണ്. കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളും സംസ്ഥാനത്തിൻ്റെ പ്രതിനിധികളും അടങ്ങുന്നതാണ് GST ഫോറം എന്ന് പറയുന്നത്, GST കൗൺസിൽ എന്ന് പറയുന്നത്. നോക്കാം, ആൻഡ് ഈസ് crucial for cooperative federalism, making recommendation on tax rates, goods and services subject to GST and മോഡൽ ലോസ്. അതായത് ഈ GST കൗൺസിലിൻ്റെ ജോലി എന്ന് പറയുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ GSTയുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങൾ അവർക്ക് നൽകുക, പിന്നെ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കുക GSTയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും GST കൗൺസില് നമ്മുടെ 2016 101 അമെൻമെൻറ്റിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആർട്ടിക്കിൾ 279A പ്രകാരമാണ് GST കൗൺസിൽ നിലവിൽ വന്നത്. GST കൗൺസിൽ എന്ന് പറയുന്നത് അറിയാം, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇതൊരു ജോയിൻറ്റ് ഫോറം ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പ്രതിനിധികൾ അടങ്ങുന്ന ഒരു ജോയിൻറ്റ് ഫോറമാണ്. വാസ്തവത്തിൽ ഇത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും GSTയുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻ നൽകുന്ന ഒരു സ്ഥാപനമാണ് എന്നുകൂടി ഓർമ്മിച്ചുകൊള്ളുക. GST കൗൺസിലിൻ്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും? അത് പ്രൈം മിനിസ്റ്റർ എന്ന് പറയരുത്. GST കൗൺസിലിൻ്റെ ചെയർമാൻ എപ്പോഴും ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും, കേന്ദ്ര ധനകാര്യമന്ത്രിയായിരിക്കും GST കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്, മറക്കാതിരിക്കുക. ഇനി ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു ടേമാണ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ആർട്ടിക്കിൾ 280. 280 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 280 പ്രകാരം നിലവിൽ വരുന്നൊരു സ്ഥാപനമാണ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ. ധനകാര്യ കമ്മീഷൻ എന്താണ്? നമ്മുടെ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രസക്തി എന്താണ്? തീർച്ചയായിട്ടും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വ്യക്തമാക്കുന്ന സ്ഥാപനമാണിത്. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ്, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വ്യക്തമാക്കുന്ന സ്ഥാപനമേത്? ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ഫിനാൻസ് കമ്മീഷൻ ആർട്ടിക്കിൾ 280. ശ്രദ്ധിക്കണം, ദി കോൺസ്റ്റിറ്റ്യൂഷൻ മാൻഡേറ്റ് പ്രസിഡന്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ ഫിനാൻഷ്യൽ കമ്മീഷൻ എവറി 5 years. ശ്രദ്ധിക്കണേ കേട്ടോ, ആർട്ടിക്കിൾ 280 ഇതിൻ്റെ കാലാവധി 5 years. ദാറ്റ് മീൻസ് എവറി 5 year പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ്സ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ശരിക്കും ഫിനാൻസ് കമ്മീഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എവറി 5 year. Which article deals with the finance commission? Article 280. What is finance commission? It is a commission which defines the സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ്, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വ്യക്തമാക്കുന്ന സ്ഥാപനം. ഇറ്റ്സ് എ പ്രൈമറി ഡ്യൂട്ടി ഈസ് ടു മേക്ക് എ റെക്കമെൻഡേഷൻ റിഗാർഡിംഗ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. അതാണ് പ്രധാനം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നികുതി വിഹിതം പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിഭജിക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇറ്റ്സ് പ്രൈമറി ഡ്യൂട്ടി ഈസ് ടു മേക്ക് എ റെക്കമെൻഡേഷൻ റിഗാർഡിംഗ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നെറ്റ് പ്രൊസീഡ്സ് ടാക്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക്
നികുതി വിഹിതം കൊടുക്കണമല്ലോ. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് വീതിക്കേണ്ടത്, എങ്ങനെയാണ് വീതിക്കേണ്ടത്? കേന്ദ്രം സംസ്ഥാനത്ത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് നികുതി വീതിച്ച് നൽകേണ്ടതെന്ന് കേന്ദ്രത്തിന് ഉപദേശം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ആൻഡ് ദി പ്രിൻസിപ്പിൾസ് that should govern the grant in aid from center to the state. കണ്ട, കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് എന്താണ് എയ്ഡുകൾ, ചില സഹായങ്ങൾ, ചില അതുപോലെ തന്നെ എന്താണ് ഗ്രാൻറ്റുകൾ ഒക്കെ സംസ്ഥാനങ്ങൾക്ക് നൽകുമല്ലോ. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എങ്ങനെയാണ് നൽകേണ്ടതെന്ന് ഫിനാൻസ് കമ്മീഷനാണ് ശുപാർശ ചെയ്യുന്നത്. അപ്പം കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് വ്യക്തമാക്കുന്ന സ്ഥാപനം, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം വ്യക്തമാക്കുന്ന സ്ഥാപനമാണ് ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് പ്രൈമറി ഡ്യൂട്ടി ഈസ് ടു മേക്ക് റെക്കമെൻഡേഷൻ റിഗാർഡിംഗ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള നികുതി വിഭജനം എങ്ങനെയായിരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഗ്രാൻറ്റുകളൊക്കെ കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ അത് എന്ത് മാനദണ്ഡപ്രകാരമാണ് നൽകേണ്ടതെന്നാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ആര്? ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, അപ്പോയിൻറ്റഡ് ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, ഭരണഘടനാ സ്ഥാപനമാണ്. കാരണം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 280 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി എഫക്ട്സ് ഓഫ് എമർജൻസി, എങ്ങനെയാണ് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക ബന്ധങ്ങളിൽ എമർജൻസി സ്വാധീനം ചെലുത്തുന്നത്, അടിയന്തരാവസ്ഥ സ്വാധീനം ചെലുത്തുന്നത്? നമ്മൾ പഠിച്ചതാണ്. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പം ദി സെൻറ്റർ ക്യാൻ ഗീവ് എക്സിക്യൂട്ടീവ് ഡയറക്ഷൻ. നോക്കൂ, ദി സെൻറ്റർ ക്യാൻ എക്സിക്യൂട്ടീവ് ഡയറക്ഷൻ to the state on any matters and the president can modify the constitutional provision regarding the distribution of revenues. നമ്മൾ പഠിച്ചതാണ് എമർജൻസി പഠിച്ചപ്പോൾ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ കേന്ദ്രം സംസ്ഥാനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ടാക്സിൻ്റെ രീതിയിൽ മോഡിഫിക്കേഷൻ വരുത്താൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി കേന്ദ്രം സംസ്ഥാനങ്ങളെ എന്ത് സഹായം സംസ്ഥാനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുവോ അതിൽ മോഡിഫിക്കേഷൻ വരുത്താൻ, ചിലപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് നിർത്തലാക്കാൻ, കുറവ് വരുത്താൻ ഒക്കെ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. അപ്പോൾ ശരിക്ക് നോക്കൂ, സാമ്പത്തിക ബന്ധത്തിൽ മാറ്റം വരുത്തുന്നത് എമർജൻസിയും കാരണമായി മാറും. കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന മറ്റൊരു ഘടകം എമർജൻസിയാണ്. നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. നോക്കൂ, ഇനി ഫിനാൻഷ്യൽ എമർജൻസി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക ബന്ധം പറയുമ്പോൾ ഫിനാൻഷ്യൽ എമർജൻസി പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഫിനാൻഷ്യൽ എമർജൻസിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 360. ദി സെൻറ്റർ ക്യാൻ ഡയറക്റ്റ് സ്റ്റേറ്റ് ടു ഒബ്സർവ് canons of financial property and reserve all money bills and other financial bill passed by the state legislature for the president's consideration. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് സാമ്പത്തിക നിയമങ്ങളിലെല്ലാം മാറ്റം വരുത്തേണ്ടി വരും സംസ്ഥാനത്തിന്. ഇനി സംസ്ഥാനം പാസ്സാക്കുന്ന മണി ബില്ലോ മറ്റ് സാമ്പത്തിക ബില്ലോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടണം നിർബന്ധമായിട്ടും. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഫിനാൻഷ്യൽ എമർജൻസി വരുത്തുന്ന സ്വാധീനം കണ്ടോ? അതായത് ഫിനാൻഷ്യൽ എമർജൻസി നിലനിൽക്കുമ്പോൾ സംസ്ഥാനങ്ങൾ ഒരു മണി ബില്ലോ ഫിനാൻഷ്യൽ ബില്ലോ പാസ്സാക്കി കഴിഞ്ഞാൽ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടണം. ദി സെൻറ്റർ മേ ഓൾസോ ഡയറക്റ്റ് റിഡക്ഷൻ ഓഫ് സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ഓൾ പേഴ്സൺ സെർവിങ് ഇൻ ദി സ്റ്റേറ്റ്. സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ, ഫിനാൻഷ്യൽ എമർജൻസിയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ പോലും ആർക്കധികാരമുണ്ട്? നമ്മുടെ കേന്ദ്രത്തിന് അധികാരമുണ്ട്. ഏതിലൂടെ? ഫിനാൻഷ്യൽ എമർജൻസി. അപ്പോൾ സാമ്പത്തികമായ ആ ഒരു കൈകടത്തൽ നടത്താൻ കഴിയുന്നു ഫിനാൻഷ്യൽ എമർജൻസി സമയത്ത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വരുന്ന മാറ്റം കൊണ്ടോ ഫിനാൻഷ്യൽ എമർജൻസി വരുമ്പോൾ സംസ്ഥാനത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സാലറിയിൽ റിഡക്ഷൻ വരുത്താനും കേന്ദ്രത്തിന് കഴിയുന്നു. ക്ലിയറായോ? അത്രയാണ് ഫിനാൻഷ്യൽ റിലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. ഇനി നോക്കൂ, ഇമ്പോർട്ടൻ്റ് കമ്മീഷൻസ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു കമ്മീഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? സർക്കാരിയ കമ്മീഷൻ. ഞാൻ പറഞ്ഞു 1983 സർക്കാരിയ കമ്മീഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മീഷനാണ്. നിങ്ങൾ നിർബന്ധമായും അത്
അറിഞ്ഞിരിക്കണം. സർക്കാരിയ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരാത്? എ കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 1983 ടു സ്റ്റഡി സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് 1983 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് നിയമിച്ച കമ്മീഷന്റെ പേരെന്താണ്? സർക്കാരിയ കമ്മീഷൻ. Appointed by central government in 1983 under chairmanship of R.S. Sarkaria, Ranjit Singh Sarkaria. R.S. Sarkaria, a retired Supreme Court judge. Supreme കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജി, സുപ്രീം കോടതി റിട്ടയർഡ് ജഡ്ജിയായ R.S. സർക്കാരിയ, രഞ്ജിത്ത് സിംഗ് സർക്കാരിയയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ 1983 നിയമിക്കുകയാണ്. ഇതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മീഷൻ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇറ്റ് സബ്മിറ്റഡ് ഇസ് റിപ്പോർട്ട് ഇൻ 1988. 1988 സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രൊവൈഡിങ് 247 റെക്കമെൻഡേഷൻ ചില്ലറയൊന്നും ആയിരുന്നില്ല. 247 ശുപാർശകളടങ്ങിയ ഒരു റിപ്പോർട്ടാണ് 1988 സർക്കാരിയ കമ്മീഷൻ ഗവൺമെൻറ് സമർപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച്, കൂടുതലും സാമ്പത്തിക ബന്ധങ്ങളാണ് കുറിച്ച് പഠിക്കാനായിട്ട് നിയമിക്കപ്പെട്ട കമ്മീഷൻ. അതിൻ്റെ കീ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്, അതാണ് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ദി കീ റെക്കമെൻഡേഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് എ പെർമനന്റ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ. വെരി ഇമ്പോർട്ടൻ്റ്. അടുത്ത ചോദ്യം എന്താ വരുന്നു? ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ വാസ് ഫോംഡ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു ദ റെക്കമെൻഡേഷൻ ഓഫ് വിച്ച് കമ്മീഷൻ? സർക്കാരിയ കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ നിലവിൽ വരുന്നത്. 1988 റെക്കമെൻഡേഷൻ നൽകിയത്. 1990 സർക്കാരിയ കമ്മീഷൻ നിലവിൽ വരികയാണ്. നോക്കൂ, ദി കമ്മീഷൻ സജസ്റ്റഡ് ദി ആർട്ടിക്കിൾ suggested that the Article 356, President's rule, should be used very sparingly, only as a least resort. ദി കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ. അപ്പം പ്രസിഡൻസ് റൂൾ വരുമ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലേ? സർക്കാരിയ കമ്മീഷൻ പറഞ്ഞു പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അത് വളരെ നിർണായകമായ സാഹചര്യത്തിൽ മാത്രം, ലാസ്റ്റ് റിസോർട്ട്, അവസാന അഭയകേന്ദ്രം എന്ന നിലയിൽ മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാതെ കേന്ദ്രം എപ്പോഴും സംസ്ഥാനത്തോട് എന്തെങ്കിലും ഒരു അതിർത്തി തോന്നിയാൽ ഉടനെ എടുത്ത് പ്രയോഗിക്കേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല പ്രസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. അപ്പം കമ്മീഷൻ്റെ 2 പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്തായിരുന്നു? ഒന്ന്, ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കണം. മറ്റൊന്ന്, പ്രസിഡൻസ് റൂൾ ക്യാൻ ബി ഡിക്ലെയർഡ് only as a last resort, അവസാന അഭയകേന്ദ്രമായിട്ട് മാത്രമേ പ്രസിഡൻസ് റൂള് പ്രയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ പെട്ടെന്ന് ഒരു അകാരണമായിട്ട് പ്രസിഡൻസ് റൂള്, രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കരുത്. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ ആകെ താറുമാറാക്കുന്നതാണ് എന്ന്. ഇനി നോക്കൂ, മറ്റൊരു കമ്മീഷൻ, പൂഞ്ചി കമ്മീഷൻ. മദൻ മോഹൻ പൂഞ്ചി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ വന്ന 2007 വരികയും 2010 ശുപാർശ സമർപ്പിക്കുകയും ചെയ്തൊരു കമ്മീഷനാണ് അടുത്ത സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട 2ാമത്തെ കമ്മീഷൻ. വാസ്തവത്തിൽ ഈ 2 കമ്മീഷനേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ ആദ്യമായിട്ട് വന്നത് 1983 സർക്കാരിയ കമ്മീഷൻ. പിന്നീടൊരു കമ്മീഷൻ വന്നു, പൂഞ്ചി കമ്മീഷൻ, 2007, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 2007 അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് മദൻ മോഹൻ പൂഞ്ചി. മദൻ മോഹൻ പൂഞ്ചി എന്ന വ്യക്തിയുടെ നേതൃത്വം. ദി കമ്മീഷൻ സബ്മിറ്റഡ് ദിസ് റിപ്പോർട്ട് ഇൻ 2010. 2010 ഇത് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇറ്റ് റിവ്യൂഡ് ദി വർക്കിംഗ് ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, നമ്മുടെ എങ്ങനെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ള വിശദമായ പഠനം നടത്തിയാണ്. ഇദ്ദേഹമാണ് ഈ പൂഞ്ചി കമ്മീഷൻ്റെ ശുപാർശയിലാണ് നമ്മുടെ ഗവർണറുടെ
പദവി എന്ന് പറയുന്നതിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല എന്നൊക്കെ ഇദ്ദേഹം ശുപാർശ ചെയ്തു. അതായത് ഗവർണർ എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും ഒരു വിഷയമാണല്ലോ, ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു സംഘട്ടനം. ഗവർണർ ഏറ്റവും വലിയ രാജാവാണ് ഈ പദവി എന്ന് വിചാരിക്കുന്ന ചില ഗവർണർ വരുമ്പോഴാണ് ഈ പ്രശ്നം കൂടുന്നത്. വാസ്തവത്തിൽ ജനകീയമായ ഒരു ഗവൺമെൻറ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്റിനെ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ സമ്മർദ്ദത്തിലാക്കുക എന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് പൂഞ്ചി കമ്മീഷനും പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടല്ലോ? അത് അത്രയേ ഉള്ളൂ. ആ പൂഞ്ചി കമ്മീഷനെ കുറിച്ച് കൂടുതലൊന്നും നമ്മൾ വിശദമായിട്ട് പഠിക്കാനില്ല. ഇനി ഏതാണ്ട് നമ്മളെ റിലേഷൻസ് കഴിഞ്ഞു. ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു നമ്മുടെ 3 ലിസ്റ്റുകളിലുമുള്ള വിഷയങ്ങൾ ഞാൻ ഒന്ന് വിശദമായി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? യൂണിയൻ ലിസ്റ്റിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറയുന്നത് ഡിഫൻസ്, വാർ ആൻഡ് പീസ്, അതുപോലെ തന്നെ എന്താണ് അറ്റോമിക് എനർജി, സിറ്റിസൺഷിപ്പ് പൗരത്വം, അതുപോലെ തന്നെ മേജർ പോർട്സ്, ടാക്സസ്, ഇൻകം ടാക്സ്, ദെൻ CBI, പോസ്റ്റ് ആൻഡ് ടെലഗ്രാം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നതാണ്. നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, ലോക്കൽ സെൽ ഗവൺമെൻറ്, പോലീസ്, ജയില്, അതുപോലെ തന്നെ നമ്മൾ പറയാം എന്താണ് ലിക്വർ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നു. അത് നമുക്കൊന്ന് ഓടിച്ച് പറയാം. കൺകറൻറ്റ് ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമുക്കൊന്ന് ഈ 3 ലിസ്റ്റുകളിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. യൂണിയൻ ലിസ്റ്റ് കണ്ടെയ്ൻ എത്ര എൻട്രീസ് ഓവർ വിച്ച് പാർലമെൻറ്റ് എക്സ്ക്ലൂസീവ് പവർ ടു മേക്ക് ലോസ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. ഇതേതാണ്? പഴയതാണ്. ഇപ്പോൾ ഉള്ള ഓർക്കുക 98 ആണ്. കറൻ്റ്ലി 98. ഇത് ഒറിജിനലി ആണ്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഡിഫൻസ് ഓഫ് ഇന്ത്യ നമ്മൾ പറഞ്ഞതാണ്. ഡിഫൻസ് ഓഫ് ഇന്ത്യ ആൻഡ് ഓൾസ് കൺഡ്യൂസീവ് ടു ഇറ്റ്സ് പ്രോസിക്യൂഷൻ ഇൻ ടൈംസ് ഓഫ് വാർ. ഡിഫൻസ് ഓഫ് ഇന്ത്യ ഇതാണ് നമ്മുടെ വിഷയം. അത്രയും ഓർമ്മിച്ചാൽ മതി. ഡിഫൻസ് നമ്മൾ പഠിച്ചതാണ്, പ്രതിരോധം. അടുത്ത അതിനകത്ത് വരുന്നതാണ് നേവൽ, മിലിറ്ററി, എയർഫോഴ്സ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊള്ളാം. ഫോറിൻ അഫേഴ്സ് നമ്മൾ പറഞ്ഞതാണ്. ഫോറിൻ അഫേഴ്സ് വേറെ ഒന്നും പറയേണ്ടതില്ല. ഫോറിൻ അഫേഴ്സ് വിദേശകാര്യം, അത്രയേ ഉള്ളൂ. അടുത്ത പറയുന്നത് എൻട്രി ഇൻ ടു ട്രീറ്റീസ് ആൻഡ് എഗ്രിമെൻറ്റ് വിത്ത് ഫോറിൻ കൺട്രീസ് ആൻഡ് ഇംപ്ലിമെൻറ്റിങ് കൺവെൻഷൻസ്. അതായത് നമ്മുടെ നമ്മുടെ ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന കാര്യങ്ങൾ. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. നമ്മുടെ ഇൻ്റർനാഷണൽ ട്രീറ്റീസൊക്കെ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് യൂണിയൻ ഗവൺമെൻറ്റിനാണ്. അതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. സിറ്റിസൺഷിപ്പ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നാച്ചുറലൈസേഷൻ അലിയൻസ്. സിറ്റിസൺഷിപ്പ് അത്ര ഈ ആദ്യം കാണുന്നത് ഓർമ്മിച്ചാൽ സിറ്റിസൺഷിപ്പ് പൗരത്വം ഏത് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്? യൂണിയൻ ലിസ്റ്റിൽ. അതുകൊണ്ടാണല്ലോ പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് പാർലമെൻറ്റാണ്. പൗരത്വ നിയമം പാസ്സാക്കിയതും പാർലമെൻറ്റ്, പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കുന്നതും പാർലമെൻറ്റ്. കാരണം അത് യൂണിയൻ ലിസ്റ്റിലുള്ള വിഷയമാണ്. റെയിൽവേസ് നോക്കൂ, റെയിൽവേസ്, നാഷണൽ ഹൈവേസ്, ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അറ്റോമിക് എനർജി നമ്മൾ പറഞ്ഞതാണ്, ആണവോർജം പറഞ്ഞതാണ്, കറൻസി, കോയിൻസ് എക്സെട്ര. കറൻസി പരീക്ഷ കറൻസി എന്നൊക്കെ ചോദിക്കുള്ളൂ. കറൻസി എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. ബാങ്കിങ് ഓർമ്മിച്ചാൽ മതി. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. സെൻസസ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓരോ 10 വർഷം കഴിയും തോറും രാജ്യത്ത് സെൻസസ് എടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് യൂണിയൻ ലിസ്റ്റിൽ പെട്ട വിഷയമാണ്. പിന്നെ UPSC അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഓൾ ഇന്ത്യ സർവീസ് ആൻഡ് അതർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇതെല്ലാം എവിടെ വരുന്നതാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇലക്ഷൻ ടു പാർലമെൻറ്റ്, legislative of states and to other office of president, vice president, including election commission, ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളാണ്. കാരണം അതെല്ലാം യൂണിയൻ ഗവൺമെൻറ്. അതുകൊണ്ടാണ് ഇലക്ഷൻ ടു പാർലമെൻറ്റ്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഇൻക്ലൂഡിങ് ഇലക്ഷൻ കമ്മീഷൻ, ഇതെല്ലാം തിരഞ്ഞെടുക്കുന്ന ആരാണ്? കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? അതുകൊണ്ട് നിയമിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അല്ലേ? അതുകൊണ്ട് അത് യൂണിയൻ ലിസ്റ്റിൽപ്പെട്ടതാണ്. അപ്പോൾ
ഇലക്ഷൻ ടു ലോക്കൽ സെൽ ഗവൺമെൻറ് ബോഡി ആണെങ്കിലോ അത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്, തെറ്റിപ്പോരുത് കേട്ടോ. ഇനി അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ, ജൂറിസ്ഡിക്ഷൻ ആൻഡ് പവേഴ്സ് ഓഫ് സുപ്രീം കോർട്ട്, ഓർമ്മിച്ചാൽ മതി, സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് അങ്ങനെ പറഞ്ഞാൽ അത് വിഷയം. സുപ്രീം കോടതിയും ഹൈക്കോടതിയൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലെ വിഷയമായിട്ടാണ് വരുന്നത്, തെറ്റിക്കരുത്. ഇനി ടാക്സസ് ഓൺ ഇൻകം അതർ ദാൻ അഗ്രികൾച്ചറൽ ഇൻകം, അത് സ്റ്റേറ്റിൽ വരും. അഗ്രികൾച്ചർ, കാർഷിക വരുമാനം എന്ന് പറയുന്ന വിഷയം സ്റ്റേറ്റിൽ വരും. ബാക്കി എല്ലാ ഇൻകവും എവിടെ വരും? നമ്മളെ യൂണിയൻ ലിസ്റ്റിൽ വരും. ഇനി കോഓപ്പറേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷനൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. എഡ്യൂക്കേഷൻ രണ്ടിലും നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ എപ്പോഴും യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി പ്രധാനപ്പെട്ട സ്റ്റേറ്റിൽ വിഷയങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ചുകൊള്ളുക. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റ് ഏതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്? പബ്ലിക് ഓർഡർ, ഇതാണ് ഞാൻ പറഞ്ഞ മെയിൻ്റനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന പരിപാലനം. അടുത്തത് പോലീസ്, അതിലുൾപ്പെട്ടതാണ് പോലീസ്. പിന്നെ പറയുന്നത് ജയിൽ, പ്രിസൺ ഇതെല്ലാം അതിൽ വരുന്നതാണ്. ലോക്കൽ ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണം, എവിടെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. പബ്ലിക് ഹെൽത്ത്, പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്. ഇൻടോക്സിക്കേറ്റിംഗ് ലിക്കേഴ്സ്, മദ്യം സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയമാണ്, തെറ്റിപ്പോകരുത്. അതുകൊണ്ടാണ് മദ്യനിരോധനം നടപ്പിലാക്കുന്നത് സംസ്ഥാനങ്ങളാണ്, കേന്ദ്രമല്ല. മദ്യവുമായി ബന്ധപ്പെട്ട നയരൂപീകരണം നടത്തുന്നത് സംസ്ഥാനങ്ങളാണ്, കേന്ദ്രമല്ല. നോക്കൂ, ലൈബ്രറീസ്, മ്യൂസിയംസ് ആൻഡ് സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾഡ് ബൈ അവർ ഫിനാൻസ്ഡ് ബൈ ദി സ്റ്റേറ്റ്, സംസ്ഥാനത്തിനുള്ളിലെ ലൈബ്രറി, മ്യൂസിയം എല്ലാം. അഗ്രികൾച്ചർ ഇൻക്ലൂഡിങ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി വളരെ പ്രധാനപ്പെട്ടൊരു സബ്ജക്റ്റാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ വാട്ടർ ഇൻക്ലൂഡിങ് വാട്ടർ സപ്ലൈസ്, ഇറിഗേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വിഷയമാണ്. ഇറിഗേഷൻ അതായത് എന്താണ്? ജലസേചനം എവിടെ വരുന്നതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. ലാൻഡ് ഇൻക്ലൂഡിങ് റൈറ്റ്സ് ഓർ ഓവർലാൻഡ് ലാൻഡ് ടെന്യൂഴ്സ് ആൻഡ് അതർ കളക്ഷൻ ഓഫ് റെൻറ്റ്സ്, ലാൻഡ് റെൻറ്റ് ഇതൊക്കെ വരുന്നത് സ്റ്റേറ്റിൽ. ഫിഷറീസ് നമ്മൾ പറഞ്ഞതാണ്, അത് എവിടെ വരുന്നതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കാണും, UPSC യൂണിയൻ ലിസ്റ്റിൽ, സ്റ്റേറ്റ് PSC തീർച്ചയായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ടാക്സസ് ഓൺ അഗ്രികൾച്ചർ ഇൻകം, നമ്മൾ പറഞ്ഞു മിക്കവാറുള്ള ടാക്സ് എല്ലാം വരുന്ന ഇൻകം ടാക്സ് ഒക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. ടാക്സ് ഓൺ അഗ്രികൾച്ചർ ഇൻകം, കാർഷിക വരുമാനം നിന്നുള്ള ടാക്സ് ഒക്കെ വരുന്നത് തീർച്ചയായിട്ടും സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഓൺ ആൽക്കഹോളിക് ലിക്വേഴ്സ്, നോക്കൂ നമ്മുടെ മദ്യവുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എല്ലാം വരുന്നത്, എക്സൈസ് ഡ്യൂട്ടിയൊക്കെ വരുന്നത് സ്റ്റേറ്റിലാണ്. ഇതൊക്കെയാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അടുത്ത് നോക്കൂ, കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഈ ലിസ്റ്റുകളെ നിങ്ങൾ പഠിക്കുമ്പോൾ ഫസ്റ്റ് ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ് എന്നാണ് ഈ 3 ലിസ്റ്റുകൾ അറിയപ്പെടുന്നത്. ചിലപ്പം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിയൻ ലിസ്റ്റ് എന്ന് പറയണമെന്നില്ല. ഫസ്റ്റ് ലിസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി 7th ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. സെക്കൻഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റ്, സെക്കൻഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ്. അത് ഓർമ്മിച്ചോളുക. ഇനി തേർഡ് ലിസ്റ്റിൽ അഥവാ കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ 5 നമ്മുടെ കയ്യിലിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്, വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജുഡീഷ്യറി, കൂടാതെ ക്രിമിനൽ ലോയും സിവിൽ ലോയും ഇതിൽ തന്നെയാണ് വരുന്നത്. അടുത്തത് ക്രിമിനൽ പ്രൊസീജിയർ, ക്രിമിനൽ നടപടിക്രമങ്ങൾ, മാരേജ് ആൻഡ് ഡൈവോഴ്സ്, വിവാഹവും വിവാഹമോചനവും, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അതർ ദാൻ അഗ്രികൾച്ചർ ലാൻഡ്, അഗ്രികൾച്ചർ ലാൻഡ് അല്ലാത്തത്, മനസ്സിലാവുന്നുണ്ടല്ലോ? അഗ്രികൾച്ചർ അല്ലാത്തത്, അഗ്രികൾച്ചർ എവിടെ വരും? സ്റ്റേറ്റിൽ. ഇത് കൺകറൻറ്റിൽ വരുന്നതാണ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അതർ ദാൻ അഗ്രികൾച്ചർ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോർട്സ് എക്സെപ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും ഒഴികെയുള്ള കോടതികളുടെ ഭരണം എല്ലാം വരുന്നത് ഇത് സ്റ്റേറ്റ് കിടന്നതാണ്. സ്റ്റേറ്റിൽ നിന്നെടുത്ത് കൺകറൻറ്റിൽ കൊണ്ടുപോയതാണ്. ഇപ്പം കൺകറൻറ്റിൽ ക്രിമിനൽ പ്രൊസീജിയർ പറഞ്ഞതുപോലെ സിവിൽ പ്രൊസീജിയറും കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഫോറസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റേറ്റിൽ കിടന്നത് ഇങ്ങോട്ട് വന്നതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സും അതുപോലെ തന്നെ സ്റ്റേറ്റിൽ കിടന്നതാണ്, ഇപ്പം കൺകറൻറ്റിലാണ്.
ഇക്കണോമിക് ആൻഡ് സോഷ്യൽ പ്ലാനിങ് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. പ്ലാനിങ് എന്നൊരു വാക്ക് വന്നാൽ തന്നെ അത് എവിടെയാണ്? കൺകറൻറ്റ് ലിസ്റ്റ്. അത് ഇക്കണോമിക് പ്ലാനിങ് ആകാം, സോഷ്യൽ പ്ലാനിങ് ആകാം, അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ് ആകാം, എന്തുമാകാം. അതെല്ലാം എവിടെയാണ്? കൺകറൻറ്റ് ലിസ്റ്റിൽ തന്നെയാണ് വരുന്നത്. പോപ്പുലേഷൻ കൺട്രോൾ ആൻഡ് ഫാമിലി പ്ലാനിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഇനി വ്യാപാര സംഘടനകൾ, ട്രേഡ് യൂണിയൻ എല്ലാം വരുന്നത് ഇവിടെയാണ്. എഡ്യൂക്കേഷൻ അത് നമ്മൾ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസം. എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയത്. ഇനി നോക്കൂ, ഫാക്ടറീസ് ഇവിടെയാണ് വരുന്നത്, കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഇലക്ട്രിസിറ്റി, വൈദ്യുതി, കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അക്വിസിഷൻ ആൻഡ് റിക്വസിഷനിങ് ഓഫ് പ്രോപ്പർട്ടി, സ്വത്തുവകകൾ സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇവിടെ ഒന്നും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ എളുപ്പം പറഞ്ഞു പോയത്. ആ വിഷയങ്ങളൊന്ന് വായിച്ച് വച്ചേക്കുക. ഇപ്പം നിങ്ങൾ 98 വിഷയങ്ങളോ 59 വിഷയങ്ങൾ സ്റ്റേറ്റ് ചെയ്യുന്നോ, അതുപോലെ തന്നെ 52 വിഷയങ്ങൾ കൺകറൻറ്റ് ലിസ്റ്റ് ഒന്നും കാണാതെ പഠിക്കേണ്ടതില്ല. പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമാകും. അപ്പോൾ സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മളിവിടെ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇനി ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.